പ്രശാന്ത്, ഖാലിസ്ഥാൻ തീവ്രവാദിക്ക് അമേരിക്കയിൽ കിട്ടാൻ പോകുന്നത് കടുത്ത ശിക്ഷയായിരിക്കും. അത് ഇന്ത്യയും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമോ? അറിയാമല്ലോ, ആ ഭീകരനെ പിടികിട്ടി കാണുമല്ലേ? പന്വൻ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ട്രംപിൻ്റെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വന്ന ഒരു ആരോപണം. അതീവ സുരക്ഷാ മേഖലയായിരുന്നു. അതെ, അതീവ സുരക്ഷാ മേഖലയാണ്. ഏറ്റവും ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഈ ചടങ്ങിനകത്ത് വളരെ ക്ഷണിക്കപ്പെട്ട മാത്രം അതിഥികൾ ഉണ്ടായിരുന്ന ചടങ്ങാണ്. അതിനകത്ത് ഇയാൾ എങ്ങനെ കടന്നു കയറി? ഒരുപക്ഷെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുന്ന ഒരു ഇടമാണോ? അങ്ങനെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുന്ന ഇടമാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാലും ആ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുമെങ്കിലും അവിടെ ആരെയൊക്കെ കയറ്റണം എന്ന് തീരുമാനിക്കുന്ന അതീവ സുരക്ഷാ മേഖലയാണല്ലോ ട്രംപിനെ പോലെയുള്ള ഒരാൾ. അത് മാത്രവുമല്ല, ഇലക്ഷൻ സമയത്ത് പലവട്ടം അദ്ദേഹത്തെ ആക്രമിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ കൊല്ലാൻ തയ്യാറായി വന്ന ഒരു അന്നത്തെ സമയത്ത് നിയുക്ത അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി നിലനിൽക്കുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയൊക്കെ റിപ്പോർട്ടുള്ള സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രംപിനെതിരെ ഉള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ഈ പന്വൻ ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കണം എന്ന് വിചാരിച്ചിരുന്നവർ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന് വിചാരിച്ച് തന്നെ പന്വനെ കടത്തിവിട്ടതായിരിക്കാനാണ് സാധ്യത. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അല്ലെങ്കിൽ പന്വനിപ്പോൾ അവിടെ വന്നിട്ട് ടിക്കറ്റും എടുത്തിട്ട് അവിടെ വന്ന് ഖാലിസ്ഥാൻ സിന്ദാബാദെന്നും പറയണ്ടല്ലോ. നേരത്തെ ഇയാൾ പറയുന്നത് പോലെ ഈ നെറ്റിൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടിയൊക്കെ ഇയാൾ നിരന്തരമായിട്ട് ഇന്ത്യയെ കൊന്നുകളയും, ഇന്ത്യയുടെ വിമാനങ്ങൾക്കകത്ത് ബോംബ് വെക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനത്തിനകത്ത് ആരും കയറരുത്, ഏത് സമയം പൊട്ടിത്തെറിക്കും, കാശ്മീർ വിഷയം അല്ലെങ്കിൽ കാശ്മീർ സ്വതന്ത്രമാക്കണം, അതായത് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യങ്ങൾ. അതുപോലെ തന്നെ പഞ്ചാബ് ഖാലിസ്ഥാൻ വാദം, പഞ്ചാബ് സ്വതന്ത്രമാക്കണം, അപ്പോൾ ഇന്ത്യക്കെതിരെ പോരാടണം, ഇന്ത്യക്കകത്ത് ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറയുന്ന പല വീഡിയോസ് ഉണ്ട്. നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട്, അതിനുവേണ്ടി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന് അത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പറയാം. പക്ഷേ ഇതിനകത്ത് വന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞാൽ അത് ട്രംപിനെ നാണം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡെമോക്രാറ്റ്സിൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിരുന്നല്ലോ പന്വൻ. അതുകൊണ്ട് തന്നെയാണ് പന്വൻ ആഗ്രഹിക്കുന്നത് പോലെ, പന്വൻ വിചാരിക്കുന്നതിൽ പോലെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഘടനയെ രൂപീകരിച്ചാണ് തേക്കുന്നത്. ഇന്ത്യയിൽ വന്ന് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ അയാൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിക്കാൻ സാധിക്കാത്തപ്പോൾ അത് ഏറ്റവും വലിയ വലിപ്പത്തിൽ സംഘടന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ വലിയ സംഘടന ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ആ സംഘടന ഉണ്ടെന്നുള്ള രീതിയിലും അതിൻ്റെ ആശയങ്ങൾ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ അമേരിക്കയിലിരുന്ന് പറയാൻ സാധിക്കുകയും അമേരിക്കയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ അല്ലെങ്കിൽ ലോകത്തുടനീളം കാണുന്ന പത്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരികയും ആ പ്രസ്താവനകളൊക്കെ ഇന്ത്യക്കെതിരാവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വേണ്ട രീതിയിലുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തത് ഈ പറയുന്ന ട്രംപാണ്. അപ്പോൾ ട്രംപിൻ്റെ ഭാഗമാണ്. ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം ട്രംപിനുണ്ടായിരുന്നു. ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് അസ്വസ്ഥമാവുന്ന ഒരു ഭാഗം ട്രംപിൻ്റെ ഭാഗമായിരുന്നു. അല്ലെങ്കിൽ ഈ ജോർജ് സോറസ് പോലെയുള്ള ആൾക്കാരുടെ അജണ്ടയുടെ ഭാഗമാണ് ട്രംപ്. അപ്പോൾ സോറസിന് ഇന്ത്യയുടെ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ലൈന് ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും ഒരു രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സോറസും ആ സോറസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുമാണ് ഈ പറയുന്ന പന്വൻ. അതുകൊണ്ട് തന്നെയാണ് പന്വൻ ആ വേദിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പന്വൻ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും വലിയ പണി ട്രംപിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കിട്ടാനാണ് സാധ്യത. കാരണം ട്രംപ് ഈ ഡെമോക്രാറ്റ്സിനും ആ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് ലോകക്രമത്തിൽ നിൽക്കുന്ന ആൾക്കാരെ മൊത്തവും ഇലക്ഷന് മുമ്പും അതിനുശേഷവും ശത്രുവായിട്ട് പരസ്യമായിട്ട് തീരുമാനിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഒരു മെയ്വഴക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കേണ്ട പ്രതിപക്ഷത്തെ പോലും അദ്ദേഹത്തിന് അജണ്ട ഉണ്ടാവും, അദ്ദേഹം അത് പാസ്സാക്കും, പ്രതിപക്ഷത്തെ നിലംപരിശാക്കും. പക്ഷേ പ്രതിപക്ഷത്തെ കാണുമ്പോഴും ഒരു വേദിയിലുമൊക്കെ
ഇപ്പം തന്നെ നമ്മുടെ പാർലമെൻറ്റ് നമ്മൾ കാണത്തില്ലേ, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്ന മുദ്രാവാക്യം വിളിക്കുന്നവന് വെള്ളം കൊടുക്കുന്ന പുള്ളിയാണ്, ഭയങ്കര ചർച്ചയല്ലേ ഇതേ രീതിയിൽ സമരം. പക്ഷേ അങ്ങനെയല്ല ട്രംപ് പരസ്യമായിട്ട് മുഖത്ത് നോക്കി പറയും. ഏറ്റവും വലിയൊരു ഫംഗ്ഷനായിപ്പോൾ ഈ മുദ്രാവാക്യം ഇപ്പം അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദി മുദ്രാവാക്യം വിളിച്ചെന്ന് പറയുന്ന അതേ വേദിയിൽ ഈ ബൈഡൻ ഉൾപ്പെടെ ഉള്ളവരെ ഇരുത്തി അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 കൊല്ലത്തെ ഭരണം ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഭരണമാണ്. ഇദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വരെ ലോകത്ത് പോയി അതിർത്തി സംരക്ഷിച്ച ആളാണ്. അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഈ അവസ്ഥയിലാക്കിയത് ഇയാളാണ്. ഒരാളെ ഇരുത്തി ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള സ്വഭാവക്കാരനാണ് ഈ ട്രംപ്. അതായത് അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്തവരെ അദ്ദേഹം നേരിട്ട് കണ്ടാൽ പോലും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എതിർക്കുന്ന ഒരാൾ. അതായത് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഒന്നും സത്യപ്രതിജ്ഞിക്കുന്നില്ല, നിർത്താത്തൊരവസ്ഥ. അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ട്രൂഡോ പോലെയുള്ളവരെ ഏതർത്ഥത്തിലും തറയിലിടാൻ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നാളെ കാലത്ത് ഈ പന്നിൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? ഇത് മാധ്യമങ്ങൾ എഴുതി തുടങ്ങി. പന്നുൻ നിങ്ങളുടെ അമേരിക്കയിലെ ഒരു പക്ഷേ അംഗത്വവും അല്ലെങ്കിൽ അവിടുത്തെ പൗരത്വവും നഷ്ടപ്പെട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യ തീരുമാനിച്ച ഭീകരനായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ അതിവിദൂരമല്ലാതെ വരാൻ സാധ്യതയുണ്ട്. ഇത് ട്രംപാണ്. ഇത്തരത്തിലുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ അമേരിക്കൻ പൗരത്വം ഇല്ലാതാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കനേഡിയൻ പൗരത്വം ഇല്ലാതാകുന്ന. കനേഡിയൻ പൗരത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രൂഡോ മാറിയിട്ട് വേറെ ആളാണ് വരുന്നത്. അവിടെ കനേഡിയൻ പൗരത്വം വേണോ വേണ്ടെന്ന് ട്രംപ് തീരുമാനിക്കും. ട്രൂഡോ എടുത്ത് പറഞ്ഞാൽ നീ പറഞ്ഞ ഭാഷയെന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യം എല്ലാം കടിഞ്ഞ് തന്നിച്ച് പോകും, എന്നിട്ട് വല്ല മേടിച്ചുകൊണ്ട് പൊക്കോളാം എന്നുള്ള രീതി. കാരണം നിന്നെയൊക്കെ ഇയാളെയൊക്കെ സംരക്ഷിക്കുന്നത് ഒരു കൊല്ലം 100-200 ബില്യൺ ഡോളർ ഇവിടുന്ന് തന്ന, അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാലേ ഈ രണ്ടാമത് രാജ്യം വേണ്ട, അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെ നിന്നോട്ട്. അമേരിക്കയെ സംരക്ഷിക്കുകയും വേണം, പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന കാനഡ എന്ന് പറയുന്നത്. അപ്പം ട്രൂഡോ ആയതുകൊണ്ട് ഇത്രയും പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയും പച്ചയായിട്ട് പറയുമോ അല്ലെങ്കിൽ ഈ നിലപാടായിട്ട് മുന്നോട്ട് പോകുമോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ തന്നെയും ഇപ്പം കാനഡയുടെ അടുത്തും അമേരിക്കൻ പ്രസിഡന്റ് പറയും ഇയാളുടെ അംഗത്വം വേണ്ട, ഇയാൾ ഒരു ഭീകരനാണ്. മാത്രമല്ല ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് ആയിട്ടുള്ള സൗഹൃദം നിലനിർത്തുന്നതിനും വേണ്ടി ആ രാജ്യം ഭീകരനായിട്ട് പ്രഖ്യാപിച്ചുള്ളവരെ ഇവിടെ പാർപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു നയതന്ത്ര ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ ഉടനെ തന്നെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോരും. ഇയാൾ ഇതുവരെ കളിച്ചതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഭാഗവും ഡീപ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടകൾ അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി വന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു. ഒരുപക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനമായിട്ട് നിൽക്കുന്ന ട്രംപിൻ്റെ ഭാഗമാകുമ്പോൾ ട്രംപിൻ്റെ അജണ്ട ഇവിടെ വേണ്ട, ഇവനെ ഇന്ത്യ ആവശ്യപ്പെട്ട പോലെ അങ്ങ് ഇന്ത്യക്ക് കൊടുക്കുകയാണ്. അവിടെ കൊണ്ട് ഇയാളിനെ ചുട്ടു എന്തോലൊക്കെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് പോയാൽ വളരെ കൃത്യമായിട്ട് അതിവിദൂരമല്ലാതെ ട്രംപ് അയാളുടെ അമേരിക്കൻ പൗരത്വം റദ്ദ് ചെയ്ത് ഇന്ത്യ ആവശ്യപ്പെടുന്ന ആ ഖാലിസ്ഥാൻ ഭീകരവാദിയെ ഇന്ത്യക്ക് കൈമാറുന്ന ഒരവസ്ഥയുണ്ടാകും. അത് അങ്ങനെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്.